അല്ല, അതെന്താ അങ്ങനെ പറയാൻ കാരണം? തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും അതിന്റെ ഇടയിൽ തള്ളെ എന്ന് ചേർത്താൽ തിരുവനന്തപുരം ഭാഷയാവില്ല. അല്ലല്ല, തിരുവനന്തപുരത്തെ ഭാഷ രൂപപ്പെട്ടിരിക്കുന്നത് ഭൂപ്രകൃതി, എല്ലാ നാട്ടിലെയും പോലെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കാഞ്ഞിരംകുളം എന്ന സ്ഥലത്ത് സംസാരിക്കുന്നത് പോലെയല്ല കാരക്കോണത്തെ ഭാഷ, അതുപോലെയല്ല കന്നുവാമൂട്ടിലെ ഭാഷ, അതുപോലെയല്ല പഴയകടയുള്ള ഭാഷ. കരമനപ്പാലത്തിന്റെ അക്കരയും ഇക്കരയും രണ്ട് ഭാഷയും രണ്ട് ഭക്ഷണ സംസ്കാരം ഉണ്ട്. സദ്യ വിളമ്പോ നോക്കി അറിയാം. 2-3 വേർഷൻ വേണമെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് പറയാനും പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കാഞ്ഞിരംകുളത്തെ ഭാഷ അതിന്റെ താളം രൂപപ്പെട്ടിരിക്കുന്നത് പുല്ലുവിള കടലിന്റെ തിരയുടെ താളമാണ്. തറയിൽ വന്ന് പിച്ച് ചെയ്ത് വീണ്ടും ഉയരുന്ന തിരയാണ് ആ താളമാണ്. അവര് സംസാരിക്കുമ്പോഴും ഡേ നീ എവിടെ നിൽക്കണ നെല്ലിമൂട്ടില് ഓടി വാടാ, ഈ ഒരു തിരയുടെ ഉയർച്ചയുണ്ട്. വളരെ കറക്റ്റ്. പട്ടിയക്കാല പോകുമ്പോ ഇങ്ങനെയല്ല. പൂവാർ കടലിന്റെ വേഗതയുള്ള തിരയാണ്. മൈനി മണി കൊണ്ട് മണിയാ നീയോട് വരേത് വെള്ളം കുടിച്ചോണ്ട് ഓടട്ടെ വണ്ടിയിൽ കയറാൻ കണ്ടു. പാടം എന്തോ വെള്ളം കുടിച്ചോണ്ട് ഓടുന്നു, വണ്ടിയിൽ കയറാൻ എന്ത് പാടം തോന്നുന്നു. അത്ര വേഗതയാണ്. കാരക്കോണത്ത് പോകുമ്പോ ഇങ്ങനെയല്ല. അവിടെ നെയ്ത്തിന്റെ ഭാഷയാണ്. ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഊടും പാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഒരു ഇടവേള കൂടി ആ ഭാഷയിലുണ്ട്. പ്രസാദിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, കുപ്പത്തിന്റെ പപ്പയ്ക്ക് 2 മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി കന്നാമുട്ടി പെയ്യിക്കണേ. ഇങ്ങനെയാണ് അവരുടെ ഭാഷയുടെ രീതി. അത് മനസ്സിലാക്കാതെ എന്ത് പറഞ്ഞിട്ടും ഈ എന്തര് എന്ന് കേൾക്കുന്നത് എല്ലാം തിരുവനന്തപുരം ഭാഷയല്ല. നെയ്യാറ്റിൻകര ടൗണിൽ സംസാരിക്കുന്ന ഭാഷ ഇങ്ങനെയൊന്നുമല്ല. അഭ്യസ്തവിദ്യരുടെ ഇടയിലും അതല്ലാത്തവരുടെ